So in നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈസ് റിഗാർഡിംഗ് ദ ഇംപ്ലിക്കേഷൻ ചാർട്ട്. ഓക്കെ, ഇംപ്ലിക്കേഷൻ ചാർട്ട്. അപ്പോൾ നമ്മൾ രാവിലെ കണ്ട ടോപ്പിക് എന്ന് പറയുന്നത് വാസ് ദ സ്റ്റേറ്റ് റിഡക്ഷൻ യൂസിങ് the reduction of rows അല്ലെങ്കിൽ state equivalency. We were finding the state equivalency using the row reduction technique. രാവിലെ നമ്മൾ കണ്ടത് was the row reduction technique. റോസിന്റെ ഓരോന്നായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ടേബിളിൽ നിന്ന് തന്നെ ഓരോ റോസിനെ എലിമിനേറ്റ് ചെയ്ത് പോവുകയെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതും പ്രോസസ്സ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. സെയിം എന്ന് പറഞ്ഞാൽ സിമിലർ ആണ്, വേറെ രീതിയിലാണ് ചെയ്യുന്നതെന്നുള്ളത്. മറ്റേ നമ്മൾ ആ സ്റ്റേറ്റ് ടേബിളിൽ തന്നെ ഇട്ടായിരുന്നു നമ്മൾ റോ റിഡക്ഷൻ ടെക്നിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഇംപ്ലിക്കേഷൻ ചാർട്ട്, ഒരു ചാർട്ട് ഫോമിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഈ ഒരു റിഡക്ഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ സ്റ്റേറ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇക്വലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഇംപ്ലിക്കേഷൻ ചാർട്ട് എന്ന് പറയുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം ഇംപ്ലിക്കേഷൻ ചാർട്ട് എങ്ങനെ വരയ്ക്കുന്നത് എന്നുള്ളതാണ് ആദ്യം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബ്ലത്തിലേക്ക് വരുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു സ്റ്റേറ്റ്സ് എ മുതൽ എ, ബി, സി, ഡി അങ്ങനെ സപ്പോസ് സ്റ്റേറ്റ് എഫ് വരെ ഇത്ര സ്റ്റേറ്റ്സ് ഉള്ള ഒരു സ്റ്റേറ്റ് ടേബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഡയഗ്രാം ആണ് എൻ്റെ കയ്യിലുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ ചാർട്ട് വരയ്ക്കുക. ഇപ്പം ഏത് തന്നാലും, ഇപ്പം ഏതൊരു ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാം. ചെറിയ മാർക്ക് തൊട്ട് വലിയ മാർക്ക് വരെ നമുക്ക് ഏത് സിമ്പിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ലെവൽ മാറ്റാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് എല്ലാം കിടക്കുന്നത് കേട്ടോ. അപ്പം സപ്പോസ് ഒന്നെങ്കിൽ ഗിവൺ ക്വസ്റ്റ്യൻ്റെ അകത്ത് സ്റ്റേറ്റ് ഡയഗ്രാം തരാം, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഡയഗ്രാം ആണ് തന്നിരിക്കുന്നതെങ്കിൽ സ്റ്റേറ്റ് ഡയഗ്രത്തിൽ നിന്ന് നമ്മൾ സ്റ്റേറ്റ് ടേബിൾ കണ്ടുപിടിക്കണം. ദെൻ സ്റ്റേറ്റ് ടേബിളിൽ നിന്ന് നമ്മൾ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ടേബിൾ കണ്ടുപിടിക്കണം. ഇപ്പം ഈ ഒരു കേസിലാണെങ്കിൽ നമ്മൾ ഇംപ്ലിക്കേഷൻ ചാർട്ട് വരച്ചിട്ട് ഇംപ്ലിക്കേഷൻ ചാർട്ട് വഴി റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ടേബിൾ കണ്ടുപിടിക്കണം. ഇംപ്ലിക്കേഷൻ ചാർട്ട് വഴി റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ടേബിൾ കണ്ടുപിടിക്കണം. ദെൻ അതിനുശേഷം നമ്മൾ വീണ്ടും ഇപ്പം സ്റ്റേറ്റ് ഡയഗ്രാം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ വേറെ രീതി ചോദിക്കുക, ഇംപ്ലിമെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ടേബിൾ എന്ന് ഉപയോഗിച്ചുകൊണ്ട് ഇംപ്ലിമെന്റ് വേണമെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ഡയഗ്രാം ആൻഡ് ഇംപ്ലിമെന്റേഷൻ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പം ഇപ്പോഴത്തെ ചെറിയൊരു 3 മാർക്ക് മുതൽ ഒരു 14 മാർക്സ് വരെ ഒറ്റയടിക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന സാധനം മുഴുവൻ. ഈ ഒരു നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളാണെങ്കിലും ശരി, ഈ ഒരു മൊഡ്യൂളാണെങ്കിലും ശരി പഠിക്കുന്ന മുഴുവൻ അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു പ്രീവിയസ് എക്സാമ്പിളിലേക്ക് വരാം. സോ അപ്പോൾ സ്റ്റേറ്റ്സ് എ ബി സി മുതൽ ഡി, എ ബി സി ഡി ഇ എഫ് വരെ എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ഇത്ര സ്റ്റേറ്റ്സ് ആണ് എൻ്റെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഇംപ്ലിക്കേഷൻ ചാർട്ട് വരയ്ക്കുന്നത് എന്നുള്ളതാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ ചാർട്ട് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇതൊരു ചാർട്ട് ഫോമിൽ തന്നെയാണ് ഈ ഒരു ഇംപ്ലിക്കേഷൻ ചാർട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി സ്പീക്കിംഗ് ഇപ്പോൾ എ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. സോ എനെ എലിമിനേറ്റ് ചെയ്തിട്ടായിരിക്കും ദിസ് ഈസ് ദ കോളം ആൻഡ് ദിസ് ഈസ് ദ റോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ റോസും ഇതെന്ന് പറയുന്നത് നമ്മുടെ കോളം. ഓക്കെ, അപ്പോൾ കോളത്തിൽ നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ് കളഞ്ഞിട്ട് മിച്ചമുള്ളതാണ് എഴുതി വെക്കുക. സോ ബി, സി, ഡി, ഇ, എഫ്. ഓക്കെ, ദെൻ ഇനി അതിൻ്റെ എക്സ് ആക്സിസ്, അതായത് അതിൻ്റെ കറസ്പോണ്ടിങ് റോസ് നമ്മൾ എഴുതുന്ന സമയത്ത് ഈ അവസാനത്തെ എന്ന് പറഞ്ഞ് നടക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? എഫ് കളഞ്ഞിട്ട് മിച്ചമുള്ള സ്റ്റേറ്റ്സ് ആയിരിക്കും എഴുതുന്നുണ്ടാവുക. അതായത് എ, ബി, സി, ഡി, ഇ, ഇത്രയും സ്റ്റേറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ഇംപ്ലിക്കേഷൻ ചാർട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ എക്സ് ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സംഭവം റോ അല്ലെങ്കിൽ കോളത്തിൽ വരേണ്ട സ്റ്റേറ്റുകളുടെ പേരുകൾ നമ്മൾ കൊടുത്തു. ഓക്കെ, സോ ഇനി നമുക്കത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. സോ ഇങ്ങനെ നമ്മൾ താഴോട്ട് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ ഇംപ്ലിക്കേഷൻ ചാർട്ട് വരയ്ക്കുന്നത്. അപ്പോൾ നോക്കിയേ, എ ബി സി ഡി ഇ എഫ് എന്ന് പറയുന്നതായിരുന്നു നമുക്കുണ്ടായിരുന്ന സ്റ്റേറ്റ്. അപ്പം അതിന്റെ കറസ്പോണ്ടിങ് വൈ ആക്സിസ് വരയ്ക്കുന്ന സമയത്ത്, അതായത് അതിന്റെ കറസ്പോണ്ടിങ് കോളം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ആദ്യം എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ് എലിമിനേറ്റ് ചെയ്തിട്ടായിരിക്കും വരയ്ക്കുന്നുണ്ടാവുക. അതേസമയം നമ്മളുടെ എക്സ് ആക്സിസ് വരയ്ക്കുന്ന സമയത്ത്, അതായത് നമ്മൾ റോസ് വരയ്ക്കുന്ന സമയത്ത് എ
മുതൽ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന സ്റ്റേറ്റിനെ എലിമിനേറ്റ് ചെയ്തിട്ട് മിച്ചുള്ള സ്റ്റേറ്റ്സ് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ എ, ബി, സി, ഡി, ഇ വരെ വരയ്ക്കുന്നു. അപ്പോൾ അതിനൊരു ടാബുലർ ഫോമില, ഒരു കൈൻഡ് ഓഫ് ഒരു ചാർട്ട് ലൈക്ക് സ്ട്രക്ചറാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇതിന് ഇംപ്ലിക്കേഷൻ ചാർട്ട് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. സോ ഇതാണ് വളരെ സിമ്പിളായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഒരു ഫുൾ ഒരു മെട്രിക്സ് നമ്മൾ വരയ്ക്കില്ലേ, ഇങ്ങനെയാണ് ഇത് ശരിക്കും വരയ്ക്കുന്നത്. ഇപ്പോൾ സപ്പോസ് എ, ബി, സി, ഡി, ഇ ഉണ്ട്, എ, ബി, സി, ഡി, ഇ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അതിൻ്റെ ഈ ഒരു എ മുതൽ ഈ ഒരു ഡയഗണൽ ഷേപ്പിൽ എ മുതൽ ഇ വരെ ഉള്ളതിൻ്റെ ഈ ഒരു പോർഷൻസ്, ഇത്രയും പോർഷൻസ് കട്ട് ചെയ്ത് കളയുകയാണ് ഈ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ എ ഇല്ലാത്തതും ഇവിടുത്തെ ഇ ഇല്ലാത്തതും അതുകൊണ്ടാണ്. ഓക്കെ, ഇങ്ങനെയാണ് ശരിക്കും. നിങ്ങളിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഈ ഒരു ഫോമിലുള്ള മെട്രിക് ഷേപ്പിൽ കിടക്കുന്ന സംഭവം, എത്ര നമ്പർ ഓഫ് റോസോ അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്, അത്രയും നമ്പർ ഓഫ് റോസും കോളംസും ഉണ്ടായിരുന്നൊരു കോളംസും ഉണ്ടായിരുന്നൊരു സ്ട്രക്ചറിൻ്റെ ഒരു ഡയഗണൽ ഷേപ്പിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനിൻ്റെ മുകളിലോട്ട്, ലൈൻ ഇൻക്ലൂഡിങ് ദ ലൈൻ, മുകളിൽ കിടക്കുന്ന സാധനങ്ങൾ മുഴുവൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് ഈ കിടക്കുന്ന ഇംപ്ലിക്കേഷൻ ചാർട്ട്. വളരെ സിമ്പിളായിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഓക്കെ, സോ അപ്പം നേരെ തന്നെ ഞാൻ പ്രോബ്ലത്തിലേക്ക് പോവാണ്. പ്രോബ്ലം വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്നുള്ളത് ഡിഫൈൻ ചെയ്ത് തരാം. ഓക്കെ, സോ അപ്പോൾ ഞാൻ പറഞ്ഞു പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ ഒന്നെങ്കിൽ ഒരു സ്റ്റേറ്റ് ഡയഗ്രാം തന്നിട്ട് സ്റ്റേറ്റ് ടേബിൾ വരയ്ക്കുന്ന രീതിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ടേബിൾ തന്നിട്ട് ഇംപ്ലിക്കേഷൻ ചാർട്ട് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പം ഞാൻ നിലവിൽ തൽക്കാലം സ്റ്റേറ്റ് ടേബിൾ തന്നിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ പ്രസന്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റിന്റെ കേസിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 വന്നാൽ, എക്സ് ഇസ് ഈക്വൽ ടു 1 വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് എഴുതണം. അതേപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0 വന്നാൽ, എക്സ് ഇസ് ഈക്വൽ ടു 1 വന്നു കഴിഞ്ഞാൽ, ഇത്ര സാധനങ്ങളാണല്ലോ നമുക്ക് വേണ്ടിയത് അല്ലേ. സേ ഇതിൻ്റെ എ, ബി, സി, ഡി, ഇ, എഫ് വരെയുള്ള സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആദ്യത്തെ തന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ് എ, ബി, പിന്നത്തേത് സി, ഡി, ഇ, എഫ്, ബി, എ, സി, ഡി, ബി, എ, പിന്നത്തേത് 0 0 0 0. ഇത് ക്വസ്റ്റ്യൻ ആട്ടോ. 0 0 0 1. ജസ്റ്റ് ഒരു റാൻഡം ഒരു സ്റ്റേറ്റ് ടേബിൾ എടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഏതോ ഒരു സ്റ്റേറ്റ് ഡയഗ്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ടേബിൾ വെച്ചാണ് ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റെഡ്യൂസ് ദ ഗിവൺ സ്റ്റേറ്റ് ടേബിൾ യൂസിങ് ഇംപ്ലിക്കേഷൻ ചാർട്ട്. ഓക്കെ, ഇതാണ് ഗിവൺ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് നമുക്ക് വരയ്ക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ ചാർട്ട് തന്നെയാണ് നമുക്ക് ആദ്യം വരയ്ക്കേണ്ടതായിട്ട് ഉള്ളത്. സോ ആദ്യത്തെ ഇത് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി, സി, ഡി, ഇ, എഫ്. ഇങ്ങോട്ട് നമ്മളുടെ എക്സ് ആക്സിസിൽ ഇരുന്ന സമയത്ത് എ, ബി, സി, ഡി, ഇ, എഫ് ഉണ്ടാവില്ലല്ലോ. ഓക്കെ, സോ ഇംപ്ലിക്കേഷൻ ചാർട്ട് ഞാൻ വരച്ച് കഴിഞ്ഞു. ഇനിയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള സംഭവം വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ടൻസ് ഫില്ല് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ തൊട്ട് മുമ്പത്തെ പ്രോബ്ലം നമ്മൾ ചെയ്ത സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സ്റ്റേറ്റ് റിഡക്ഷൻ യൂസിങ് റോ റിഡക്ഷൻ ടെക്നിക്കാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോട്ടം അപ്പ് അല്ലേ, ഞാൻ താഴേന്ന് മുകളിലേക്ക് നോക്കി പെയർസ് ഫോം ചെയ്ത് പോകാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ അതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മൾ ടോപ്പ് ഡൗൺ, മുകളിൽ നിന്ന് താഴോട്ടാണ് പേഴ്സിൻ്റെ മാപ്പിംഗ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കുന്ന എൻ്റെ സ്റ്റേറ്റ് ഏതായിരിക്കും? സ്റ്റേറ്റ് ഞാൻ ഏതൊക്കെ തമ്മിൽ സ്റ്റേറ്റ് ചെയ്യും, അതിൻ്റെ താഴത്തെ നമ്മൾ നേരത്തെ താഴേന്ന് മുകളിലോട്ട് ചെയ്ത സെയിം പരിപാടി നമ്മൾ മുകളിൽ താഴോട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്.
ഓക്കെ. സോ ആദ്യം എയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കണം, ദെൻ സ്റ്റേറ്റ് എയും സിയും തമ്മിൽ നോക്കണം, അതിനുശേഷം എയും ഡിയും തമ്മിൽ നോക്കണം, അതിനുശേഷം എയും ഇയും തമ്മിൽ നോക്കണം, ആൻഡ് ഫൈനലി എയും എഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കണം. ഇതാണ് നമുക്ക് നോക്കേണ്ട സാധനങ്ങൾ. ഓക്കെ. സോ അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഇക്വലന്റ് ആണ്, അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്സ് ആർ സെറ്റ് ടു ബി ഇക്വലന്റ് ഇഫ് ദർ ആർ 2 conditions or 2 conditions are satisfied. ഏതൊക്കെയായിരുന്നു? The output should be the same and also the next state എന്ന് പറയുന്നത് should be the same. അല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെയിം പരിപാടി തന്നെയാണ് ഇവിടെയും ചെയ്യാൻ പോകുന്നത്. വേറൊരു രീതിയിൽ അതിനെ കാണിക്കുന്നു എന്നുള്ള ഒറ്റ സാധനമേ ഉള്ളൂ, ഒറ്റ വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ. സോ അപ്പോൾ ആദ്യം നമുക്ക് നോക്കിയേ, എ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്താണ്? 0 0 അല്ലേ? അപ്പോൾ എയും ബിയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിന്റെ ഔട്ട് 0 0 ആയ അല്ലേ? അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അത് നമുക്ക് പെയർ ആകാൻ പറ്റത്തില്ലാത്ത സാധനങ്ങൾ, അതായത് നമ്മൾ ഇൻവാലിഡ് സ്റ്റേറ്റ്സ് ആയിട്ടും വാലിഡ് സ്റ്റേറ്റ്സ് ആയിട്ട് രണ്ട് സംഭവങ്ങൾ ഇങ്ങനെ എഴുതി എ ഈസ് ഈക്വൽ ടു ബി അല്ലെങ്കിൽ എ ഈസ് നോട്ട് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നില്ലായിരുന്നു. ആ എഴുതി വെക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഈ ഒരു ടേബിളിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ഇംപ്ലിക്കേഷൻ ചാർട്ടിൻ്റെ അകത്ത് എഴുതുവാണ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻവാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ് എഴുതുന്നത്. അതാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ഓക്കെ. ഇൻവാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിനെ നമ്മൾ ഒരു ക്രോസ്, ഡോണ്ട് കെയർ അല്ല, ക്രോസ്, അത് തമ്മിൽ അത് ഇൻവാലിഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ആ രണ്ട് സ്റ്റേറ്റ്സ് ഇൻവാലിഡ് ആണ് അല്ലെങ്കിൽ ആ രണ്ട് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് നോട്ട് ഇക്വലന്റ്, ഇൻവാലിഡ് അല്ല നോട്ട് ഇക്വലന്റ് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ആ രണ്ട് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് നോട്ട് ഇക്വലന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രോസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ആദ്യത്തെ സ്റ്റേറ്റ് എയും ബിയിലും ഇപ്പം എന്തായാലും അതിൻ്റെ ഔട്ട്പുട്ട് സെയിം, അത് അവിടെ നിന്നോട്ടെ. അപ്പം ഈ ഒരു രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത് ഇക്വലന്റ് ആണെന്ന് എനിക്ക് പറയാം. വേണമെങ്കിൽ ഇത് ഒരുമിച്ച് ചെയ്യാം കേട്ടോ, ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ ഓരോന്ന് നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ ഓരോന്ന് അപ്പോൾ എഴുതി ഇതിൻ്റെ അകത്ത് എഴുതി വേണമെങ്കിലും പോവാം. ഓക്കെ. അതവിടെ നിന്നോട്ടെ. തൽക്കാലം കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി തൽക്കാലം ഞാൻ തെറ്റാതിരിക്കുന്ന രീതിയിലാണ് ഇപ്പം നിങ്ങളോട് പറഞ്ഞു തരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ എയുടെയും ബിയുടെ അതവിടെ നിൽക്കട്ടെ, കാരണം രണ്ടിൻ്റെ ഔട്ട്പുട്ട് സെയിം ആണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, വെയിറ്റ് ചെയ്യട്ടെ. നമുക്കിനി എയും സിയും കൂടെ നോക്കാം. അപ്പോൾ എയുടെയും സിയുടെയും ഔട്ട്പുട്ട്സ് സെയിം ആണ്, അതും അവിടെ വെയിറ്റ് ചെയ്യട്ടെ. ഞാൻ തിരിച്ചു വരാം. ആദ്യം ഔട്ട്പുട്ട്സ് സെയിം അല്ലാത്ത സാധനം കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ആദ്യം ഔട്ട്പുട്ട് സെയിം അല്ലാത്തതെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എയുടെയും ഡിയുടെയും അതേപോലെ എയുടെയും എഫിന്റെയും ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് അല്ലേ? അപ്പൊ എയും ഡിയും, സോ എയും ഡിയും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന സെൽ ഉണ്ടല്ലോ, എ ഡി, എയും ഡിയും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന സെല്ലിൽ നമ്മളൊരു ക്രോസ് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇതിന്റെ രണ്ടിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, എ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഔട്ട്പുട്ടും ഡി എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഔട്ട്പുട്ടും രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പോൾ ഒരു കാരണവശാലും അത് രണ്ടും ഇക്വൽ സ്റ്റേറ്റ് ആകാൻ യാതൊരു നിവൃത്തിയില്ല, ബിക്കോസ് ദ ഔട്ട്പുട്ട്സ് ആർ ഡിഫറെന്റ്. therefore അവിടെ ഞാനൊരു ക്രോസ് ഇട്ട് കൊടുത്തു. ഇനി എയുടെ അല്ലാതെ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഔട്ട്പുട്ട് എക്സിബിറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? സ്റ്റേറ്റ് എഫ്. സോ എയുടെ എഫും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന സെല്ലിൽ ഞാൻ എന്നിട്ട് കൊടുത്തു, ക്രോസ് ഇട്ട് കൊടുത്തു. ഇനി വേണമെന്നുണ്ടെങ്കിൽ മറ്റത് ഫില്ല് ചെയ്തിട്ട് അടുത്ത സെല്ലിലേക്ക്, അടുത്ത കോളത്തിലേക്ക് പോകുന്നതായിരിക്കും എളുപ്പം. ഓക്കെ. അപ്പം ഇത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഓരോന്ന് അപ്പം എഴുതിയും പോവാട്ടോ, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഓരോ സ്റ്റൈൽസ് എന്നുള്ളതേ ഉള്ളൂ. സോ അപ്പം ഇനി എയും ബിയും കൂടെ നോക്കാം. ഓക്കെ. എയുടെയും ബിയുടെയും നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട്സ് സെയിം ആണ്. ഇനി എ വിൽ ബി ഈക്വൽ ടു ബി ഇഫ് എന്തായിരിക്കും കണ്ടീഷൻസ്? A can be equal to B or A can be equivalent to B if എന്താണ്? A is equivalent to B. അത് തന്നെയാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അതേപോലെ ഒരു സെക്കൻഡ്, sorry, ഒരു സെക്കൻഡ്. ഓക്കെ. A is equivalent to B എപ്പോഴായിരിക്കും? when A is equivalent to C, പിന്നെ and, പിന്നെ അല്ല and, നേരത്തെ പറഞ്ഞ പോലെ തന്നെ and if B is equivalent to D. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആകുവാണെങ്കിലാണ് എ ക്യാൻ ബി കോൾഡ് എസ് ഇക്വലന്റ് ടു ബി. കാരണം ഓൾറെഡി ഔട്ട്പുട്ട് സെയിം ആണ് അല്ലെ? ഇങ്ങനെ ആയിരുന്നല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇക്വലന്റ്, എന്തൊക്കെ പെയർസ് ഇക്വലന്റ് ആയാൽ ഇവിടെ എ വിൽ ബി ഇക്വലന്റ് ടു ബി, ആ കണ്ടീഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഈ ഒരു സെല്ലിന്റെ അകത്ത് എഴുതുവാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ അകത്ത് ഇക്വലന്റ് സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എ കോമ സി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എ ഷുഡ് ബി ഇക്വലന്റ് ടു സി ആൻഡ്
ബി കോമ ഡി ഈ എഴുതിയിരിക്കുന്ന സാധനത്തിനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെല്ലിൻ്റെ അകത്ത് എഴുതി വെച്ചേക്കുവാണ്. A can be equivalent to B if എപ്പോഴാണ് കണ്ടീഷൻ when A is equal to C and B is equal to D. അതാണ് ആദ്യത്തെ സെൽ വരുന്നത്. ഇനിയിപ്പം നമുക്ക് അടുത്തത് നോക്കാം. എയും സിയും കൂടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇനി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഓക്കെ, സോ എയും സിയും ഇപ്പൊ രണ്ടിന്റെ ഔട്ട് സെയിം ആണ്, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലെ. ഇനി പിന്നെ എന്താണ് വേണ്ടത്? എ വിൽ ബി ഈക്വലന്റ് ടു സി ഇഫ് എ ഈസ് ഈക്വലന്റ് ടു ഇ ആൻഡ് ബി ഈസ് ഈക്വലന്റ് ടു എഫ് ആൻഡ് ബി ഈസ് ഈക്വലന്റ് ടു എഫ്. ഓക്കെ, സോ അപ്പൊ ഇത് ട്രൂ ആവാൻ അല്ലെങ്കിൽ എ ഷുഡ് ബി ഈക്വൽ ടു സി ആവാനുള്ള കണ്ടീഷൻസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു സെല്ലിൻ്റെ അകത്ത് എഴുതി വെച്ചു. ഇനി നമുക്ക് വീണ്ടും അടുത്തത് നോക്കാം. എയുടെ ഓക്കെ, അപ്പൊ എയുടെയും സിയുടെയും പരിപാടി കഴിഞ്ഞ് എയും ഡി ഓൾറെഡി നോട്ട് ഈക്വൽ എന്താ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഏതും കൂടെ നോക്കേണ്ടത് എയും ഇയും കൂടെ ഉള്ളതാണ് ഇനി നോക്കാനായിട്ട് ഉള്ളത് അല്ലെ. അപ്പൊ ഇയുടെ നോക്കിയേ, ഔട്ട് ഓൾറെഡി സെയിം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എ വിൽ ബി ഈക്വൽ ടു ഇ ഇഫ് എ ഈസ് ഈക്വലന്റ് ടു സി അല്ലെ. എ ഈസ് ഈക്വലന്റ് ടു സി ആൻഡ് ബി ഈസ് ഈക്വലന്റ് ടു ഡി ആൻഡ് ബി ഈസ് ഈക്വലന്റ് ടു ഡി അല്ലെ. അപ്പൊ ആദ്യത്തെ എയും ബാക്കിയുള്ള സ്റ്റേറ്റ്സും ആയിട്ട് ഒന്നെങ്കിൽ നോട്ട് ഈക്വലന്റ്, ഡയറക്റ്റ് ഈക്വലന്റ് ആയിട്ട് വരുന്ന ഒന്നും ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ല. ഇനി ഈക്വലന്റ് ആവണമെങ്കിൽ ഉണ്ടാവേണ്ടിയ കണ്ടീഷൻസ് ഏതൊക്കെയാന്നുള്ളത് നമ്മളിപ്പോ ഈ സെല്ലിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ എയും ബാക്കിയുള്ള സ്റ്റേറ്റ്സും ആയിട്ടുള്ള മാപ്പിങ്ങിന്റെ പരിപാടികൾ തീർന്നു. ഇനി നമുക്ക് ഇതേപോലെ ഇപ്പൊ എ കഴിഞ്ഞു അല്ലെ. നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? താഴത്തിൽ നിന്ന് ആ മുകളിൽ കിടക്കുന്ന എല്ലാമായിട്ട് നോക്കും, പിന്നെ അതിന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന റോയും അതിന്റെ മുകളിൽ കിടക്കുന്ന എല്ലാമായിട്ട് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലെ. തൊട്ട് മുമ്പത്തെ നമ്മൾ ചെയ്തിരുന്ന രാവിലെ നമ്മൾ കണ്ട റോ റിഡക്ഷൻ ടെക്നിക്കിന്റെ അകത്ത്. അപ്പൊ ഇവിടെ അതിന് പകരം ഞാൻ ഓൾറെഡി പറഞ്ഞത് നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആയുടെ പരിപാടികളെല്ലാം ബാക്കിയുള്ള സ്റ്റേറ്റ്സ് ആയിട്ടുള്ള മാപ്പിംഗ് മൊത്തം നോക്കി. ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് ബിയും സിയും തമ്മിൽ നോക്കണം, ദെൻ ബിയും ഡിയും, ദെൻ ബിയും ഇയും ആൻഡ് ഫൈനലി ബിയും എഫും. ഇത്രയാണ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഓക്കെ, സോ അപ്പം ബിയും സിയും കൂടെ നോക്കിക്കേ. ബിയുടെ ഔട്ട് എന്താണ്? സി. ബിയുടെ ഔട്ട് സി അല്ല, ബിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 0. ഓക്കെ, സിയുടെ ഔട്ടും 0 0. അപ്പൊ ഞാൻ വേണമെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടെ ഈ ഒരു കോളം വേണേൽ അങ്ങനെ ഫില്ല് ചെയ്ത് തരാം. നിങ്ങൾക്ക് രണ്ട് രീതി വേണേൽ ചെയ്യാം എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, തെറ്റാതിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം ബിയും സിയും. അപ്പൊ നോക്കിയാൽ ബിയുടെയും സിയുടെ ഔട്ട്പുട്ട് 0 0 ആണ് അല്ലെ. അപ്പൊ 0 0 ആയി, അപ്പൊ ഒരു കണ്ടീഷൻ ആയി. ഇനി അടുത്തത് എന്താ വേണ്ടത്? B can be equivalent to C if C is equivalent to E and D is equivalent to F and B is equivalent to F അല്ലേ. അപ്പൊ ബിയുടെ സിയുടെ കോമ്പിനേഷൻ ആയി, അത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ള ഏതാണ്? സിയും ബിയും സിയും ആയിട്ടുള്ളത് നോക്കി. അടുത്തത് നമുക്കിനി നോക്കാനായിട്ടുള്ളത് ബിയും ഡിയും കൂടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. അതിന്റെ ഔട്ട്പുട്ട് നോക്കിയേ. ബിയുടെ 0 0 ഇവിടെ 0 1. ഏതെങ്കിലും ഒരു കാരണവശാൽ ഇക്വലന്റ് ആവാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? therefore ഇവിടെ എനിക്ക് ക്രോസ് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ബിയും അതേപോലെ ഇനി നമുക്ക് നോക്കേണ്ടത് സിയും ആണ്. രണ്ടിന്റെ ഔട്ട്പുട്ട് സെയിം ആണ്. അപ്പൊ ഇനി വീണ്ടും അത് ഇക്വലന്റ് ആണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുക? സി is equal to C, D is equal to D. സി ഓൾറെഡി സിയും ആയിട്ട് ഇക്വലന്റ് ആണല്ലോ, ഡി എന്ന് പറഞ്ഞാൽ ഡി തന്നെ അല്ലേ. അപ്പോൾ therefore I can easily say that the state B is equivalent to state E. കാരണം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ട് കേസിലും 0 0 ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിയും ഡിയും ആണ് ഫോർ സ്റ്റേറ്റ്സ് B as well as E. therefore ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോണം. ഇവിടെ ഞാൻ ഇടുന്നത് ടിക്കാണ്.
ഇത് രണ്ടും ഒറ്റയടിക്ക് ടേബിളിൽ നിന്ന് എനിക്ക് മനസ്സിലായ സാധനമാണ് ബിയും അതേപോലെ തന്നെ ഇയും അല്ലെ. സ്റ്റേറ്റ്സ് ബിയും ഇ എന്ന് പറയുന്ന ആ ഇക്വലന്റ് എന്ന് പറയുന്നത് ഞാൻ ഈ സ്റ്റേറ്റ് ടേബിളിൽ മാത്രം നോക്കി കണ്ടുപിടിച്ച ഡേറ്റയാണ് അല്ലെ. അല്ലെങ്കിൽ സ്റ്റേറ്റ് ടേബിളിൽ നോക്കിയിട്ടാണ് ഞാൻ രണ്ട് സ്റ്റേറ്റ്സിന്റെ ഔട്ട് ഡിഫറെന്റ് ആയതുകൊണ്ട് ഇക്വലന്റ് അല്ല എന്ന് പറഞ്ഞത് അല്ലെ. ഇക്വലന്റ് അല്ലാത്തതിന് നമ്മൾ ക്രോസ് ഇട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഡയറക്ട്ലി നമുക്ക് എഴുതാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ ടിക്ക് ഇട്ടിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതാ? ബിയും എഫും കൂടിയാണ് നോക്കാനായിട്ടുള്ളത്. ബിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? 0 0. എഫിന്റെ ഔട്ട് എന്താ? 0 1. ഇക്വലന്റ് ആയിരിക്കുമോ? ഒരിക്കലും ഇക്വലന്റ് ആവത്തില്ല, കാരണം ദ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ്. therefore ഞാൻ എന്തിട്ട് കൊടുത്തു? ഒരു ക്രോസ് അവിടെ ഇട്ട് കൊടുത്തു. സോ അപ്പോൾ സ്റ്റേറ്റ് ബിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ റോ റിഡക്ഷൻ്റെ അകത്ത് ഒരു സ്റ്റേറ്റ് കഴിഞ്ഞാൽ തൊട്ട് മുകളിലുണ്ടായിരുന്ന സ്റ്റേറ്റിലേക്കായിരുന്നു കൺസിഡറേഷൻ, അതിന്റെ പെയറിംഗിലേക്കായിരുന്നു പൊക്കോണ്ടിരുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിയുടെ സ്റ്റേറ്റിന്റെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയുടെ സ്റ്റേറ്റ്, ബി എന്ന് പറയുന്ന സ്റ്റേറ്റും ബാക്കിയുള്ള സ്റ്റേറ്റുകളുമായിട്ടുള്ള പെയറിംഗ് എല്ലാം എങ്ങനെയാണ്, ഇക്വലൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് സ്റ്റേറ്റ് ബിയുടെ കഴിഞ്ഞു, എയുടെയും ബിയുടെയും കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേറ്റ് കിടക്കുന്ന ഏതാ? സ്റ്റേറ്റ് സി. അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കണം? സ്റ്റേറ്റ് സിയും ഡിയും കൂടെ നോക്കണം, സിയും ഇയും കൂടെ നോക്കണം, പിന്നെ സിയും എഫും കൂടെ നോക്കണം. അപ്പൊ ആദ്യം സിയും ഡിയും കൂടെ നോക്കാം. അപ്പൊ സിയുടെ ഔട്ട്പുട്ട് എന്താണ്? 0 0. ഡിയുടെ ഔട്ട്പുട്ട് എന്താ? 0 1. ഇക്വലന്റ് ആവാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ? നോ. therefore ഒറ്റ അടിക്കാൻ എനിക്ക് ഇവിടെ ഒരു ക്രോസ് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി സിയും ഇയും കൂടെ നോക്കാം. സിയും ഇയുടെ രണ്ടിന്റെ നോക്കുവാണെങ്കിൽ ഔട്ട്പുട്ട്സ് സെയിം ആണ്. ഇനിയിപ്പോ അതിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കുവാണെങ്കിൽ ഇയും സിയും. therefore I can write here if E is equal to C and if F is equal to D and if F is equal to D. ഇത്രയും കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ E is equal to C യും അതേപോലെ F is equal to D യും വരുവാണെങ്കിൽ I can say that C will be equivalent to E. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി സിയും എഫും കൂടെ, സിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? 0 0. എഫിന്റെ ഔട്ട് എന്താണ്? 0 1. 0 0 0 കൊണ്ട് എപ്പോഴെങ്കിലും ഇക്വലന്റ് ആവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? നോ, ബിക്കോസ് ദെയർ ഔട്ട്പുട്ട്സ് ആർ ഡിഫറെന്റ്. therefore ഞാൻ ഇവിടെ ഒരു ക്രോസ് ഇട്ട് കൊടുത്തു. ഇനിയപ്പോൾ നമ്മുടെ സി എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ മാപ്പിംഗ് എല്ലാം നമ്മൾ നോക്കി. അത് നടക്കത്തില്ല എന്നുള്ളതല്ല, അതിന്റെ പോസിബിലിറ്റീസ് ഏതൊക്കെയാന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലെ അടുത്ത സ്റ്റേറ്റിലേക്ക് നോക്കാം. അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പൊ സി കഴിഞ്ഞു. ഇനി നമുക്കുള്ള നെക്സ്റ്റത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? സി കഴിഞ്ഞു. ഇനിയുള്ള നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡി അല്ലെ. എ കഴിഞ്ഞു, ബി കഴിഞ്ഞു, സി കഴിഞ്ഞു, എ കഴിഞ്ഞു, ബി കഴിഞ്ഞു, സി കഴിഞ്ഞു. ഇപ്പൊ ഡി നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട പേഴ്സ് ഏതൊക്കെയാണ്? ഡിയും ഇയും തമ്മിൽ, അതിനുശേഷം ഡി എന്ന് പറയുന്ന സ്റ്റേറ്റും എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റും. ഇപ്പൊ ഡി എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഔട്ട്പുട്ട് എന്താണ്? 0 1. ഇയുടെയോ 0 0. അപ്പൊ 0 1 ഉം 0 0 എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് ആണ്. അപ്പൊ അത് എപ്പോഴെങ്കിലും ഈ രണ്ട് സ്റ്റേറ്റ്സ് ഇക്വലന്റ് ആവുമോ? ഇല്ല. therefore I can put a cross here. then ഇവിടുത്തെ അടുത്തത് നോക്കിയേ, ഡിയും എഫും കൂടെ രണ്ടിന്റെ ഔട്ട്പുട്ട്സ് സെയിം ആണ് അല്ലെ. ഇപ്പൊ നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കിയേ, ഇവിടെയും ബി എ, ഇവിടെയും ബി എ. therefore for states B and F, their outputs as well as their next states are the same. therefore I can from this state table itself എനിക്ക് ഈസി ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും, states D and F എന്ന് പറയുന്നത് are equivalent. ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മാപ്പിംഗ് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സ്റ്റേറ്റ് ഡിയുടെ കഴിഞ്ഞു. ഇനി ആ കൂടെ ഒറ്റൊരു പേരും കൂടെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഉള്ളൂ അല്ലെ. ഇ കഴിഞ്ഞു, ഡി കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ആ കൂടെ ഇ എഫും കൂടെ മാത്രമാണ് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് അല്ലെ. ഇപ്പൊ ഇയുടെ ഔട്ട് എന്താണ്? 0 0. എഫിന്റെ ഔട്ട് എന്താ? 0 1. രണ്ടും ഇക്വലന്റ് ആവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? നോ. therefore ഒറ്റയടിക്കാൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ ഒരു ക്രോസ് ഇട്ട് കൊടുത്ത് നോട്ട് ഇക്വലന്റ് ആണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് പാസ് എന്നാണ് നമ്മൾ ഈ പ്രോസസ്സിനെ വിളിക്കുക. ഫസ്റ്റ് പാസ്, ഒരു പ്രാവശ്യം ഈ കിടക്കുന്ന ഈ സെൽസ് എല്ലാത്തിനെ ഫില്ല് ചെയ്യുന്ന പരിപാടിയാണ് ഫസ്റ്റത്തെ ഒരു എൻറ്റയർ ആയിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ സെൽസിനെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോളിഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇതിനകത്തുനിന്ന് അറിയാം. എന്തൊക്കെയാണ്? B is equal to E എന്നും എനിക്കറിയാം, അതേപോലെ തന്നെ D is equal to F എന്നും എനിക്കറിയാം. അതേപോലെ തന്നെ D is not equal to A, D is not equal to B, D is not equal to C, D is
E is not equal to D, F is not equal to A, B, C as well as F is not equal to E. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചുല്ലോ. ഈ സോളിഡ് ആയിട്ട് കിടക്കുന്ന ക്രോസുകൾ കിടപ്പുണ്ടല്ലോ അല്ലേ? സോ ആ ക്രോസുകൾ വരുന്ന കണ്ടീഷൻ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതിനെ കളയാലോ അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞനുസരിച്ച് ഇത് നോക്കിയേ, മുകളിൽ എഴുതിക്കുന്നത് നോക്കിയേ, A is equivalent to B if A is equal to C and B is equal to D അല്ലേ? ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം തെറ്റാണെങ്കിൽ പിന്നെ ഞാൻ ഈ ഒരു A equal to C B ആണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇതിന് എനിക്ക് ക്രോസ് ആണെന്ന് നമുക്ക് പറയാമായിരുന്നു അല്ലേ? ആ സെയിം പ്രോസസ്സ് നമ്മൾ ഈ ഒരു ഇംപ്ലിക്കേഷൻ ചാർട്ടിൻ്റെ അകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, സോ അപ്പോൾ ആദ്യത്തെ നോക്കിയേ, എയും എഫും. A is not equivalent to F. അപ്പോൾ എയും എഫും പെയർ വരുന്ന എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. എയും എഫും ഇല്ല. ഇനി എയും ഡിയും, എയും ഡിയും അതുമില്ല. ഇനി ബിയും എഫും, ഇത് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ നോക്കി. ഇനി ബിയും എഫും കൂടെ നോക്കാം. ബിയും എഫും ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ? ബിയും എഫും. സോ ഇതിനെ എനിക്ക് ഒറ്റയടിക്ക് അങ്ങ് ക്രോസ് ചെയ്ത് കളഞ്ഞാൽ B is not equal to F അല്ലേ? Therefore നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? A is equal to C if A is equal to E and B is equal to F. B is not equal to F അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും A will not be equal to C. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇവിടെ ക്രോസ് ചെയ്ത് കളഞ്ഞേക്കുന്നത്. ഇനി വീണ്ടും വേറെ ഏതെങ്കിലും ബി എഫ് ഉണ്ടോ എന്ന് നോക്കാം. ബിയും എഫും കൂടെ ഒരു പെയറായിട്ട് കിടപ്പുണ്ടോ എന്ന് നോക്കാം. അതും കിടപ്പില്ല. ഇനി കിടക്കുന്ന പെയർ ഏതാ നമുക്ക് നോക്കാനായിട്ട്. ഇപ്പൊ ഈ പെയർ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ള പെയർ ബിയും ഡിയും കൂടെയാണ് അല്ലെ? ദേ ഇവിടെ കിടക്കുന്നു ബിയും ഡിയും. ഇപ്പൊ ബിയും ഡിയും നോട്ട് ഇക്വലന്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എ ആൻഡ് ബി എന്ന് പറയുന്നത് വിൽ നോട്ട് ബി ഇക്വലന്റ്. ഇവിടെയും കിടക്കുന്നു ബിയും ഡിയും, കണ്ടോ? അപ്പൊ ഇവിടെ ദിസ് ബിയും ഡി നോട്ട് ഇക്വലന്റ് ആയതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്നത് വിൽ നോട്ട് ബി ഈക്വൽ ടു ഇ. പിന്നെ വേറെ ബിയും ഡിയും കിടപ്പുണ്ടോ? അതില്ല. ഓക്കെ, സോ ബിയും ഡിയും കഴിഞ്ഞിട്ട് നമുക്ക് നോക്കേണ്ടത് ബിയും എഫും നമ്മൾ നോക്കിയതല്ലേ? ഓക്കെ, ബിയും ഡിയും കഴിഞ്ഞു. ഇനി നമുക്ക് സിയും എഫും കൂടെ നോക്കാം. സിയും എഫും ഉണ്ടോ നോക്കുക. ഇല്ല. ഇനി സിയും ഡിയും ഉണ്ടോ? ഇല്ല. സിയും ഡിയും ഇല്ല. അപ്പൊ സിയുടെ രണ്ട് സാധനങ്ങളൂടെ നോക്കി, അതിൻ്റെ അകത്തും ഇല്ല. ഇനി ഡിയും ഇയും അല്ലെ? ഡിയും ഇയും അതുമില്ല. ഇനി ലാസ്റ്റത്തേത് ഇയും എഫും ഇല്ല. അപ്പോൾ ഇത് പിന്നെയുള്ള നമുക്കൊരു കാര്യം കൂടെ ഉണ്ട്. ബി ഈസ് ഈക്വൽ ടു ഇ ആന്ന് നമുക്കറിയാം അല്ലെ? ബി ഈസ് ഈക്വൽ ടു ഇയും അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? സിയും ഇയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അല്ലെ? അപ്പൊ സിയും ഇയും അല്ലെ? ഇതൊന്ന് നോക്കിക്കേ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. നോക്കിയേ, ഇതിൻ്റെ അകത്ത് എഴുതിയിരുന്ന ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? സി ഷുഡ് ബി ഈക്വൽ ടു ഇ. അപ്പൊ സി ഇയും കൂടി ഈക്വൽ ആണോ നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പൊ സിയും ഇയും കൂടെ വരുന്ന സെൽ എന്ന് പറയുന്നത് ഏതാ? ഇത്. അപ്പൊ ഇവിടെ വന്നപ്പോ വീണ്ടും ഒരു കണ്ടീഷൻ എന്താണ്? വീണ്ടും ഒന്നല്ല രണ്ട് കണ്ടീഷൻസ്. ആദ്യത്തെ എന്ന് പറയുന്നത് ഇ ഷുഡ് ബി ഈക്വൽ ടു സി. ഇ എന്ന് പറയുന്നത് ഇ ഷുഡ് ബി ഈക്വൽ ടു സി അല്ലെ? അപ്പൊ സിയും ഇയും കൂടെ നോക്കിക്കേ, ഈ സെയിം സെല്ല് തന്നെയാ അല്ലെ? ഇതുണ്ടോ? ഇയും സിയും ഈ സെയിം സെല്ല് തന്നെ. അതപ്പോ അവിടെ നിൽക്കട്ടെ. അപ്പൊ അടുത്ത കണ്ടീഷൻ നോക്കാം. എഫും ഡിയും അല്ലെ? അപ്പൊ എഫും ഡിയും കൂടെ നോക്കിയേ. എഫും ഡിയും കണ്ടോ? എഫും ഡിയിലും എന്ത് സാധനം കിടക്കണേ? ടിക്ക്. ഇത് രണ്ട് ടിക്കാന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇസ് ഇക്വലന്റ് ടു സ്റ്റേറ്റ് ഡി. Therefore this state is equivalent എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? കാരണം E is equal to C. E എന്ന് C എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്ന സെയിം സാധനം തന്നെയാണ്. ഇയും സിയും ഇക്വലന്റ് ആണോ എന്നുള്ള ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ പിന്നെ മിച്ചം കിടക്കുന്നത് കണ്ടീഷൻ ഏതാണെന്നുള്ളത് നോക്കുക. സോ അതിനകത്ത് കിടക്കുന്നത് എന്താ? എഫ് ഇസ് ഇക്വലന്റ് ടു ഡി ആണോ എന്ന് നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എഫും ഡിയും കൂടെ ആ രണ്ട് റോയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ, ആ രണ്ട് സെൽസ് ആ രണ്ട് റോ ആൻഡ് കോളം ഇന്റർസെക്ട് ചെയ്യുന്ന സെല്ല് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താ കിടക്കുന്നത്? ഒരു ടിക്കാണ് കിടക്കുന്നത്. ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ടു ആർ ഇക്വലന്റ് എന്നല്ല ഇതിന്റെ അർത്ഥം. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു ഡി എന്ന് എനിക്ക് പറയാമല്ലോ. എഫ് ഇസ് ഈക്വൽ ടു ഡി ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി this state C is equal to E. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നേരത്തെ കണ്ടീഷൻ ആയിരുന്നു, അപ്പൊ ആ കണ്ടീഷൻ ഞാൻ ഓവർറൈഡ് ചെയ്ത് ഒരു ടിക്ക് ഇട്ടു. അപ്പോൾ therefore E is equal to C ആണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി അല്ലെ?
ഇ ഈസ് ഈക്വൽ ടു സി ആണെന്നുണ്ടെങ്കിലോ ഇവിടെ നമ്മൾ ഈ കണ്ടീഷനിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പോയത് അല്ലെ. അപ്പൊ ഇ ഈസ് ഈക്വൽ ടു സി ആണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കണ്ടീഷൻ ഏതാണ്? ഡി ഈസ് ഈക്വൽ ടു എഫ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഡിയും എഫും ഈ കണ്ടുപിടിച്ചിരിക്കുന്ന സാധനം അല്ലേ, ഡി ഈസ് ഈക്വൽ ടു എഫ് അല്ലേ? അതെ. അപ്പൊ therefore I can easily write the states B and C are equivalent. അപ്പം ഓൾറെഡി എനിക്ക് ആദ്യമായിട്ട് ഞാൻ സാധനം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന ഇക്വലന്റ് സ്റ്റേറ്റ്സ് ഏതൊക്കെയായിരുന്നു? സ്റ്റേറ്റ് ബി വാസ് ഇക്വലന്റ് ടു ഇ, പിന്നെ കടന്നിരുന്ന ടിക്ക് ഏതാ? ഇത് എഫ് വാസ് ഇക്വലന്റ് ടു ഡി. എഫ് വാസ് ഇക്വലന്റ് ടു ഡി. ഇത്രയും സാധനം ഞാൻ ഈ കണ്ടീഷൻ നോക്കുന്നതിന് മുന്നേ എനിക്ക് കിട്ടിയതാ. ഈ കണ്ടീഷൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ടെണ്ണോടെ കിട്ടി. ഏതാണ്? C is equivalent to E and C is equivalent to B. ഇത്ര സാധനങ്ങൾ ഞാൻ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയതാണ് അല്ലേ. അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ഇത്രയുമാണ് നമ്മുടെ വേരിയസ് ഇക്വലന്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് എല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെ വരണം നിർബന്ധമില്ല. ഓരോ ക്വസ്റ്റ്യൻ ടു ക്വസ്റ്റ്യൻ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ബി ഈസ് ഇക്വലന്റ് ടു ഏതൊക്കെയാണ്? ബി ഈസ് ഇക്വലന്റ് ടു ഇ അല്ലെ. ബി ഈസ് ഇക്വലന്റ് ടു ബി ഇയുമായിട്ട് ഇക്വലന്റ് ആണ്. ബി എന്ന് പറയുന്നത് സി ആയിട്ട് ഇക്വലന്റ് ആണ്. സി എന്ന് പറയുന്നത് ഇ ആയിട്ട് ഇക്വലന്റ് ആണ് അല്ലെ. therefore എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് കുറെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പറ്റും. എന്തൊക്കെയാണ്? ബി എന്ന് പറയുന്നത് ഈസ് ഈക്വലന്റ് ടു ഇ ആണ്. ഇ ഈസ് ഈക്വലന്റ് ടു സി ആണ്. സി ഈസ് അഗൈൻ ഈക്വലന്റ് ടു ബി അല്ലെ. therefore ഈ ഒരു മൂന്ന് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഈ ഒരു ബി ഈസ് ഈക്വൽ ടു സി, സി ഈസ് ഈക്വൽ ടു ഇ, സി ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന മൂന്നിന്റെ അർത്ഥം ഈ ഒരു വേരിയബിൾസ് ഇ, സി, ഈ ഇക്കും സിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്ത് യൂസ് ചെയ്താൽ മതി? ബി മാത്രം യൂസ് ചെയ്താൽ മതിയായിരിക്കും അല്ലെ. therefore ഇത്രയും സാധനം this can be called as a equivalent pair. ഓക്കെ. അപ്പൊ നമ്മളുടെ ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ആൻഡ് റൈറ്റ് ദ ഇക്വലന്റ് ക്ലാസസ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇക്വലന്റ് ക്ലാസസോടെ നമ്മളിപ്പം ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചാലും ഇല്ലെങ്കിൽ അത് എഴുതി വെക്കേണ്ട സാധനമാണ്. ഇക്വലന്റ് ക്ലാസിന്റെ അകത്ത് ആദ്യത്തെ ഇക്വലന്റ് പെയർ ഏതൊക്കെയാണ്? ബി കോമ ഇ കോമ സി അല്ല. അപ്പൊ നമ്മൾ സ്റ്റേറ്റ് ടേബിൾ എഴുതുന്ന സമയത്ത് ഇയും സിയും വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് എഴുതണം? ബി വെച്ച് റീപ്ലേസ് ചെയ്യണം. കാരണം ഏറ്റവും സ്മോളസ്റ്റ് വെച്ച് റീപ്ലേസ് ചെയ്യാനല്ലേ നമ്മൾ റോ റിഡക്ഷൻ്റെ അകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ബിയും ഇയും സിയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആ അല്ലെ. അപ്പൊ ഈ സ്റ്റേറ്റ് ടേബിളിൻ്റെ അകത്ത് നമ്മൾ ഇയും സിയും വരുന്ന സ്ഥലങ്ങളിൽ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? ബി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ. പിന്നെ ആദ്യത്തെ കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നെ കിടക്കുന്ന സാധനം എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു ഡി അല്ലെ. എഫ് ഇസ് ഈക്വൽ ടു ഡി. ഇപ്പൊ സ്റ്റേറ്റ് ടേബിളിനകത്ത് എഫ് വരുന്ന സ്ഥലങ്ങളെല്ലാം എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? ഡി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഇക്വലന്റ് പെയർ ഡി ആൻഡ് എഫ്. ഇനിയിപ്പോൾ മിച്ചമുണ്ടായ വേരിയബിൾസ് ഏതൊക്കെയാണ്? എ മാത്രമല്ല ഇനി മിച്ചമുള്ളൂ. കാരണം ബിയും സിയും ഇയും ഇക്വലന്റാന്ന് നമ്മൾ പറഞ്ഞു. ബിയും സിയും ഇ ഇക്വലന്റാന്ന് പറഞ്ഞു. ഡിയും എഫും കൂടെ ഇക്വലന്റാ. ഇനിയിപ്പോൾ ഇതിലൊന്നും പെടാത്ത ഇക്വലൻസിയിൽ ഒന്നിലും പെടാതെ നടക്കുന്ന ഒറ്റ സ്റ്റേറ്റേ ഉള്ളൂ. ഏതാണ്? സ്റ്റേറ്റ്. അപ്പൊ അതിനെയും കൂടെ നമ്മൾ ഒറ്റയായിട്ട് ഇവിടെ കാണിക്കണം കേട്ടോ. അത് മാത്രമാണ് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കാനുള്ളത്. അപ്പൊ നമ്മൾ രണ്ട് ഫ്ലോർ ബ്രാക്കറ്റ്സിന്റെ അകത്ത് അല്ലെങ്കിൽ പാരാന്തസിസിന്റെ അകത്താണ് ഈക്വലന്റ് ക്ലാസസിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ബി ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഈസ് ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു സി ആൻഡ് പിന്നത്തെ ദാറ്റ് ഇസ് വൺ പെയർ. രണ്ടാമത്തെ പെയർ എന്ന് പറയുന്നത് ഡി ഈസ് ഈക്വലന്റ് ടു എഫ് ആൻഡ് മൂന്നാമത്തെ എന്ന് പറയുന്നത് എ. ഓക്കെ. അങ്ങനെ ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്വലന്റ് ക്ലാസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത്. പരിപാടി തീർന്നില്ല കേട്ടോ. ഇക്വലന്റ് ക്ലാസ് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. ഇനി ഒരു സാധനം കൂടെ ഉണ്ട്. എന്താണ്? റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ടേബിൾ. റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ടേബിൾ എന്തായാലും നമുക്ക് വരയ്ക്കാതെ പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ടേബിൾ ഞാനിപ്പോൾ തൽക്കാലമുള്ള സ്പേസിൽ ഒന്ന് വരച്ചു വിടുവാണ്. ഇനിയിപ്പോൾ സപ്പോസ് ക്വസ്റ്റ്യൻ്റെ അകത്ത് റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ഡയഗ്രം ഒക്കെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ടേബിൾ വരച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഡയഗ്രം വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ സ്റ്റേറ്റ് ഡയഗ്രാം കൂടെ വരയ്ക്കണം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന അനുസരിച്ച് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് റെഡ്യൂസ് യൂസിങ് ഇംപ്ലിക്കേഷൻ ചാർട്ട് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ റെഡ്യൂസ് യൂസിങ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ് ടേബിൾ ആണ് തന്നിരിക്കുന്നത്. ആ സ്റ്റേറ്റ് ടേബിളിൽ റെഡ്യൂസ് സ്റ്റേറ്റ് ടേബിൾ വരയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. അപ്പോൾ സ്റ്റെപ്പ് 1 കഴിഞ്ഞു. ഇനി അടുത്തത് സ്റ്റെപ്പ് 2.
അല്ലേ? സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ടേബിൾ. ഓക്കെ, റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ടേബിളിനകത്ത് നമുക്ക് എന്തൊക്കെ വേണം? പ്രസന്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ്, എക്സ് ഇസ് ഇക്വൽ ടു 0, എക്സ് ഇസ് ഇക്വൽ ടു 1, അതേപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് എക്സ് ഇസ് ഇക്വൽ ടു 0, എക്സ് ഇസ് ഇക്വൽ ടു 1. ഇത്രയും സാധനം വേണം അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എ എന്തായാലും അവിടെ കിടക്കണം. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എയും ബിയും. എ എന്ന് പറയുന്ന വേരിയബിളും ബി എന്ന് പറഞ്ഞ വേരിയബിളും നമുക്ക് മാറ്റം ഇല്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ എനെ ബിനെ അങ്ങനെ തന്നെ എഴുതാം. പിന്നത്തേത് 0, 0. രണ്ടാമത് ബിക്കും ഇക്കും സിക്കും പകരമാണ് നമ്മൾ എന്തിടുന്നത്? ബി എന്ന് പറയുന്ന വേരിയബിൾ ഉള്ളത്, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉള്ളത്. അപ്പോൾ സി എന്ന് പറയുന്ന വേരിയബിൾ വാസ് റീപ്ലേസ്ഡ് വിത്ത് സ്റ്റേറ്റ് ഇക്വലൻസ് വെച്ച് സി എന്ന് പറയുന്നത് വാസ് റീപ്ലേസ്ഡ് വിത്ത് ബി. C was replaced with B. പിന്നെ D അല്ലേ? D എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യാൻ പോകുന്ന സാധനമാണ്. അപ്പോൾ F വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ D വെച്ച് റീപ്ലേസ് ചെയ്യുന്നുള്ളൂ അല്ലേ? therefore D അങ്ങനെ തന്നെ എഴുതുക. അതിൻ്റെ ഔട്ട്പുട്ട്സും അങ്ങനെ തന്നെ എഴുതുവാണ്. ഇനി C പോയി, കാരണം C എന്ന് പറയുന്നത് വാസ് ഈക്വൽ ടു A, D എന്ന് പറയുന്ന പിന്നെ സ്റ്റേറ്റ് ആണ് ഇനി നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഉള്ളത്. സോ ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്, ഡി എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ അകത്ത് ആദ്യത്തേത് ബി ചെയ്യുക അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ വേരിയബിൾസ് ആണ്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0ഉം 1. ഇനി ഇ ഓൾറെഡി നമ്മൾ കളഞ്ഞു അല്ലേ? ഇ എന്ന് പറയുന്ന സ്റ്റേറ്റ് പോയി. അപ്പോൾ ഈ കേസിൽ നമുക്ക് എ ഉണ്ട്, ബി ഉണ്ട്, സി ഇല്ല, ഡി ഇല്ല, സോറി ഡി ഉണ്ട്, സി പോയി, എ ഉണ്ട്, ബി ഉണ്ട്, ഇ പോയി, അതേപോലെ തന്നെ എഫും പോയി. ഈ 3 സ്റ്റേറ്റ്സിനെ നമ്മളിപ്പോൾ കളഞ്ഞു. ടോട്ടൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 6 എണ്ണം ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ അത് എത്ര റോസ് ആയിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി? 3 റോസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇതിപ്പോൾ ഒരു സ്റ്റേറ്റ് ഡയഗ്രം ആയിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് 6 സ്റ്റേറ്റ്സ് S0 മുതൽ S5 വരെ വരുന്ന ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സുകൾ 6 എണ്ണം ഉണ്ടായിരുന്നേനെ. ഇപ്പോൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞെങ്കിലോ S0, S1, S2 എന്ന് പറയുന്ന 3 സ്റ്റേറ്റ്സ് മാത്രമായിരിക്കും. പിന്നെ അർത്ഥം എന്താണ്? S0 വിളിക്കുന്ന സമയത്ത് 0 വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? A. ഇപ്പം A നട്ടോ ഇട്ടിരിക്കുന്ന S0 എന്ന് പറയുന്നത് ഇപ്പം ഇവിടുത്തെ വേരിയബിൾ അനുസരിച്ച് A. സംശയം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ S0 നമ്മൾ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേരിയബിൾ ഉപയോഗിച്ച് പോയതാണ്. പിന്നെ റെഡ്യൂസ് സ്റ്റേറ്റുകൾ വരയ്ക്കണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. A, B, C. എയിലിരിക്കുന്ന സമയത്ത് 0 വന്നു കഴിഞ്ഞാൽ A തന്നെ ഇരിക്കുക. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0. എയിലിരിക്കുന്ന സമയത്ത് 1 വന്നു കഴിഞ്ഞാൽ B എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോവുക. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0. ഇനി ബിയിലിരിക്കുന്ന സമയത്ത് 0 വന്നു കഴിഞ്ഞാൽ B എന്ന് പറയുന്ന സ്റ്റേറ്റിൽ തന്നെ ഇരിക്കുക. ഔട്ട്പുട്ട് 0. ബിയിലിരിക്കുന്ന സമയത്ത് 1 വന്നു കഴിഞ്ഞാൽ D എന്ന് പറയുന്ന C അല്ല, ഇത് D ആണ്. D എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോവുക. ബിയിലിരിക്കുന്ന സമയത്ത് 1 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0. ദെൻ ഡിയിലിരിക്കുന്ന സമയത്ത് 0 വന്നു കഴിഞ്ഞാൽ B എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോവുക. ഔട്ട്പുട്ട് 0. ദെൻ ഡിയിലിരിക്കുന്ന സമയത്ത് 1 ആണ് വരുന്നതെങ്കിൽ A എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോവുക. ഔട്ട്പുട്ട് 1. ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം റെഡ്യൂസ്ഡ് വരുന്നത് കേട്ടോ. റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ഡയഗ്രാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, എങ്ങാനും സംശയം തോന്നാതെ ഇരിക്കാം. സോ ഇതുവരെ ക്ലിയർ ആണോ? ആൻഡ്രിയ ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ എൻ്റെ ഓർമ്മയോടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനൊരു വലുത് ചെയ്തു തരാം, കുഞ്ഞത് നിങ്ങൾക്ക് ഒരു ഹോംവർക്കായിട്ട് ട്യൂട്ടോറിയലായിട്ട് തരാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് കാണിക്കാം, മറ്റൊരു ട്യൂട്ടോറിയൽ തരാവേ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിം തന്നെ, റെഡ്യൂസ് യൂസിങ് implication chart. Reduce using implication chart. ഇതാണ് നമ്മുടെ question. Okay, so present state, next state x is equal to 0, x is equal to 1, then output
x is equal to 0, x is equal to 1. Okay, A, B, C, D, E, F, G വരെയുള്ള സ്റ്റേറ്റ്സ് ഉണ്ട്. വേണമെങ്കിൽ നിങ്ങളും കൂടെ എഴുതിയെടുത്തോ, നിങ്ങളെല്ലാം ചെയ്ത് നോക്കാം. ഇപ്പം മനസ്സിലായില്ല എങ്ങനെ സംഭവം എന്നുള്ളത്, കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഗിവൺ സ്റ്റേറ്റ് ടേബിൾ. അത് ഇംപ്ലിക്കേഷൻ ചാർട്ട് ഉപയോഗിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റനിൽ പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ ഇംപ്ലിക്കേഷൻ ചാർട്ടിന്റെ ചാർട്ട് വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്. സോ നമ്മൾ അതിന്റെ y ആക്സിസ് വരയ്ക്കുമ്പോൾ ആദ്യം കിടക്കുന്ന സ്റ്റേറ്റ് കളഞ്ഞിട്ട്, സോ ബി, സി, ഡി, ഇ, എഫ്, ജി. y x ആക്സിസ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് a മുതൽ f വരെ എഴുതുക. a, b, c, d, e, f. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാർട്ട് കംപ്ലീറ്റ് ആയി. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ടോപ്പ് ഡൗൺ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് എയും ബി അല്ലേ. സോ എയും ബി നോക്കുകയാണെങ്കിൽ രണ്ടിൻ്റെ ഔട്ട്പുട്ട്സ് സെയിം ആണ്. ഞാനിപ്പോൾ ഒറ്റയടിക്ക് തന്നെ എല്ലാം കൂടെ എഴുതി പോവാണ്. നിങ്ങൾ തെറ്റാതിരിക്കുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എയും ബിയും കൂടെ നോക്കുമ്പോൾ രണ്ടിൻ്റെ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് 0, 0 ആണ്. Therefore, എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ എ വിൽ ബി ഈക്വൽ ടു ബി? ഇഫ് ഡി ഈസ് ഈക്വൽ ടു ഇ, if D is equal to E and B is equal to A. അല്ലേ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് A will be equal to B. എയും ബിയും തമ്മിൽ നോക്കി, ഇനി എയും ബിയുടെയും കഴിഞ്ഞു, എയും സിയും കൂടെ നോക്കാം. ഔട്ട്പുട്ട് എന്താണ്? 0, 0, 0, 1. ഇക്വലന്റ് ആവാൻ എന്തെങ്കിലും നിവൃത്തിയുണ്ടോ? ഒരിക്കലും ഇക്വലന്റ് ആവാൻ പോകുന്നില്ല. Therefore ക്രോസ് ഇട്ട് കൊടുത്തു. Then എയും ഡിയും കൂടെ നോക്കിയേ, 0, 0, 1, 0. ഇക്വലന്റ് ആവുമോ? ഇല്ല. Therefore again cross. എയും ഇയും 0, 0, 1, 0. ഇക്വലന്റ് ആവുമോ? ഇല്ല. ക്രോസ്. എയും എഫും 0, 0, 0, 0. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ് ഈക്വൽ ആണ്. സോറി, ഔട്ട്പുട്ട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കാം. ഡിയും സിയും. സോ ഡിയും സിയും അതേപോലെ ബി ഷുഡ് ബി ഈക്വൽ ടു ബി. ബി എന്തായാലും ബി ആയിട്ട് ബി എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണല്ലോ. അപ്പോൾ ഒരു കണ്ടീഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഡി ഈസ് ഈക്വൽ ടു സി ആണെങ്കിൽ സ്റ്റേറ്റ് എ വിൽ ബി ഈക്വൽ ടു സ്റ്റേറ്റ് എഫ്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇവിടെയും 0, 0, 1, 0. ഇക്വലന്റ് ആവുമോ? ഇല്ല. ക്രോസ് ഇട്ടു. ഒന്നെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തു പോകാട്ടോ, അല്ലെങ്കിൽ മുഴുവൻ ക്രോസുകൾ മൊത്തം ആദ്യം ഇട്ട് തീർത്തതിന് ശേഷം പിന്നെ കണ്ടീഷൻസ് ഫില്ല് ചെയ്യാം. എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അത് ഫില്ല് ചെയ്ത് തീർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത, അപ്പോൾ സ്റ്റേറ്റ് എയുടെ പരിപാടികളെല്ലാം നമ്മൾ അവസാനിപ്പിച്ചു. ഇനി നമ്മൾ വീണ്ടും നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോവാണ്, വിച്ച് ഈസ് സ്റ്റേറ്റ് ബി. അപ്പോൾ ആദ്യം നമ്മൾ ഏതൊക്കെയാണ് നോക്കുക? ബിയും സിയും. ബി കിടക്കുന്ന ഔട്ട്പുട്ട് 0, 0. ഇവിടെ എന്താ? 0, 1. ഇക്വലന്റ് ആവുമോ? ഇല്ല. ദെൻ ബിയിൽ 0, 0. അടുത്ത 1, 0, 1, 0. ഇക്വലന്റ് ആവുമോ? അടുത്ത രണ്ടെണ്ണവും ഇക്വലന്റ് ആവാൻ പോകുന്നില്ല. സോ ക്രോസ്. ദെൻ പിന്നത്തേത് ബിയും എഫും അല്ലെ, രണ്ടിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെയിം ആണ്. ഇനിയിപ്പം ഇത് ഇക്വലന്റ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ഇ ഷുഡ് ബി ഈക്വൽ ടു സി. സോ ഇ ഷുഡ് ബി ഈക്വൽ ടു സി ആൻഡ് എ ഷുഡ് ബി ഈക്വൽ ടു ബി ആൻഡ് എ ഷുഡ് ബി ഈക്വൽ ടു ബി. ഇനി അടുത്ത ലാസ്റ്റത്തെ കേസ് എന്ന് പറയുന്നത് ബിയും ജിയും കൂടെയുള്ള മാപ്പിംഗ് ആണ്. സോ 0യും 1, 0 ഇക്വലന്റ് ആവാനൊന്നും പോകുന്നില്ല. Therefore ക്രോസ് ഇട്ട് വിട്ടു. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ബിയുടെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ള അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സി ആണ്. അപ്പോൾ സ്റ്റേറ്റ് സിയുടെ ഔട്ട് എന്താ? 0, 1. ഡിയുമായിട്ട് മാപ്പ് ആവുമോ? ഇല്ല.
മാപ്പ് ആവുമോ മീൻസ് ഇക്വലന്റ് ആവുമോ ഇല്ല, ഇയു ആയിട്ടാവുമോ ഇല്ല. അപ്പൊ ഞാൻ ഒറ്റയടിക്ക് ഇവിടെ രണ്ടിടത്ത് അങ്ങ് ക്രോസ് ഇട്ടു. ഓക്കെ, ഇനി വീണ്ടും സിയും എഫും ആവുമോ ഇല്ല, കാരണം 0 0യും സിയുടെ 0 1 ഒരിക്കലും ആവാൻ പോകുന്നില്ല. ഇനി സിയും ജിയും കൂടെ ആവുമോ ഇല്ല, ഒരെണ്ണം 0 1 മറ്റേത് 1 0 ആണ്. സോ അവിടെ നമ്മൾ ക്രോസ് ഇട്ട് വിടുന്നു. സോ സിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അടുത്ത സ്റ്റേറ്റിലേക്ക് പോവാണ്, സ്റ്റേറ്റ് ഡി. ഓക്കെ, സ്റ്റേറ്റ് ഡിയുടെ ഔട്ട് ഇവിടെ നോക്കിയേ, ഡിയുടെ ഇയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ 1 0 1 0. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈക്വൽ ആയി. നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കാം, എയും എയും ഡിയും ഡിയും. therefore I can easily say that state D is equivalent to state E. അപ്പൊ ഞാൻ എന്തിട്ട് കൊടുക്കണം, ഇക്വലന്റ് ആണെങ്കിൽ എന്തായിട്ട് കൊടുക്കണ്ടേ, ടിക്ക് ഇട്ട് കൊടുക്കണം. അപ്പം അത് കഴിഞ്ഞു. ഇനി ഡിയും എഫും കൂടെ നോക്കാം. ഇവിടെ 1 0യും 0 0 ഇക്വലന്റ് ആവുമോ ഇല്ല, ക്രോസ്. ഇവിടെ 1 0യും ലാസ്റ്റത്തെ 1 0 അല്ലേ, അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് ഈക്വലന്റ് ആണെങ്കിൽ സംഭവിക്കാം. സോ ഹിയർ എയും എയും അല്ലേ, അപ്പൊ അത് ഓൾറെഡി രണ്ടിടത്തും എ ആ. x is equal to 0 അവിടെ അത് അപ്പൊ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, രണ്ടും എ ആണ്. ഇനി അടുത്ത x is equal to 1 വരുന്ന സമയത്ത് ഡിയും ഇയും. സോ ഡി ഈസ് ഈക്വലന്റ് ടു ഇ ആണെങ്കിൽ this state D will be equal to G. Okay, so അപ്പോൾ ഡിയുടെ പരിപാടി കഴിഞ്ഞു. അടുത്ത സ്റ്റേറ്റിലേക്ക് പോവാണ്, സ്റ്റേറ്റ് ഇ. സ്റ്റേറ്റ് ഇയിൽ 1 0യും എഫിൽ 0 0 1 0 0 0. ഇക്വലന്റ് ആവാൻ എന്തെങ്കിലും ഒരു നിവൃത്തിയുണ്ടോ ഇല്ല, therefore ക്രോസ്. ഇനി വീണ്ടും ഇയും എഫും. ഓക്കെ, 1 0 1 0. ഓക്കെ, അത് രണ്ടും ഓൾറെഡി നമുക്കറിയാം, ഔട്ട്പുട്ട് സെയിം ആയി. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കിയാൽ 0 0 എ 0 0 അല്ല എ എ എന്ന് പറയുന്നത് ഓൾറെഡി സെയിം സ്റ്റേറ്റ് ആണ്, അപ്പോൾ അത് ഈക്വൽ ആയി. ഇനി പിന്നെ എന്താ ഒരു കണ്ടീഷൻ കൂടെ വരാൻ സാധ്യതയുള്ളത്, ഡി ഈസ് ഈക്വൽ ടു ഇ. If D is equal to E, I can say that state E will be equal to G. ഈ സംഭവം ഈ ഒരു കണ്ടീഷൻ നമുക്ക് നേരത്തെ കിട്ടിയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. D is equal to G യും E is equal to G യുടെ കണ്ടീഷൻ സെയിം തന്നെയാണ്, D is equal to E. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റത്തെ സ്റ്റേറ്റിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്, എഫും ജിയും കൂടെ അല്ലെ. 0 0 1 0 ഇക്വലന്റ് ആവുമോ ഇല്ല, അപ്പൊ തന്നെ ക്രോസ് ഇട്ട് വിട്ടു. ഇനി നമുക്ക് അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഈ ഒരു എൻറ്റയർ ചാർട്ട് നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത് കഴിയും. ഇനിയിപ്പോൾ നമുക്ക് ക്രോസ് ഉള്ള സാധനങ്ങളെല്ലാം കൂടി ഒന്ന് നോക്കിയിട്ട് ക്രോസ് ഇട്ട് വിടാം. അപ്പൊ ആദ്യത്തെ നോക്കിയേ, എയും സിയും കണ്ടോ, എയും സിയും. എയും സി എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ കണ്ടീഷൻ്റെ അകത്ത് എ സി ഇല്ല, അപ്പൊ അത് കഴിഞ്ഞു. ഇനി എയും ഡിയും, എ ഡി ഇല്ല. ഇനി എയും ഇയും അതുമില്ല. ഇനി എയും ജിയും അല്ലെ, എയും ജിയും അതുമില്ല. ഇനി ഇപ്പൊ അടുത്ത ബിയുടെ നോക്കാം. ബിയില് ബിയും സിയും അല്ലെ, ബിയും സിയും, ബി സി എന്ന് പറയുന്ന കോമ്പിനേഷൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം, അതില്ല. ഇനി ബി ഡി എന്ന് പറയുന്ന കോമ്പിനേഷൻ നോക്കാം, ബി ഡി അതുമില്ല അല്ലെ. ഇനി ബി ഇയും ഇല്ല. ഓക്കെ, ഇനി അടുത്തത് ബി എഫ്. നമുക്ക് പുറകെ വരാം. ബിയും ജിയും അതുമില്ല. ഇനിയിപ്പോ സിയുടെ നോക്കാം, സിയും ജിയും അതില്ല. ഇനി സിയും എഫും ഉണ്ടോ, അതുമില്ല. ഇനി സിയും ഇയും ഇവിടെ ഇതുണ്ടോ, സിയും ഇയും കൂടെ കിടക്കുന്നത് കണ്ടോ. അപ്പൊ സിയും ഇ ഈക്വലന്റ് അല്ല നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചാർട്ട് നമുക്ക് നോക്കിയാൽ അറിയാം, സി ഈസ് നോട്ട് ഈക്വലന്റ് ടു ഇ. അപ്പൊ സി ഈസ് നോട്ട് ഈക്വലന്റ് ടു ഇ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു എൻറ്റയർ കണ്ടീഷൻ ബി ഈസ് നോട്ട് ഈക്വലന്റ് ടു സി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബി വിൽ നോട്ട് ബി ഈക്വലന്റ് ടു എഫ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി വീണ്ടും അപ്പൊ നമ്മളിവിടെ എഴുതി നിർത്തിയത് ഇയും സിയും ആണ് അല്ലേ. സോ ഇയും സിയും നോക്കി, ദെൻ ഡിയും സിയും ഓൾറെഡി നോക്കിയതല്ലേ, അതെ ഡിയും സിയും നോക്കിയില്ല, ഡിയും സിയും കൂടെ മിച്ചമുണ്ട്. ഡിയും സിയും ഇവിടെ കിടക്കുന്നു, ഡിയും സിയും. സി അല്ല ഇത് ഇ അല്ലേ, ഒരു സെക്കൻഡ് ഇ. ഓക്കെ, വേറെ ഡിയും സിയും വരെ എവിടെയെങ്കിലും കിടപ്പുണ്ടോ, ദേ കിടക്കുന്നു.
ഡിയും സിയും. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് ഇടാം അല്ലെ. ഡി ഈസ് നോട്ട് ഇക്വലൻറ്റ് ടു സി എന്നാണ് നമ്മളിവിടെ പിടിച്ച് വെച്ചിരിക്കുന്നത് ഓൾറെഡി അല്ലെ. അപ്പോൾ ഡി ഈസ് നോട്ട് ഇക്വലൻറ്റ് സി ആയതുകൊണ്ട് ഇവിടെ ഒരു ക്രോസും കൂടെ വീണം. അപ്പം അത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് സിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇവിടെയാണ്. സോ ഡിയും എഫും ഇനിയിപ്പോൾ വെട്ടിപ്പോയ സാധനം നോക്കേണ്ട ആവശ്യമില്ല, മിച്ചമുള്ളത് നോക്കിയാൽ മതി. ഡിയും എഫും അതില്ല. ഇനി അടുത്ത് ഇയും എഫും അതുമില്ല. ഇനി എഫും ജിയും ഉണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ ഇത് ഫസ്റ്റ് പാസ് ആണ് ആയിരിക്കുന്നത്. ഇനി സെക്കൻഡ് പാസ് എന്ന് പറയുന്നത് ഇപ്പൊ പുതിയതായിട്ട് വെട്ടിപ്പോയ ഐറ്റംസ് ഇല്ലേ, ആ പുതിയതായിട്ട് വെട്ടിപ്പോയ ഐറ്റംസ്, അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാസ് ഒരു പ്രാവശ്യം ഞാൻ ഫുള്ള് വെട്ടി തീർത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ട് സാധനവും കൂടെ ഇക്വലന്റ് അല്ലാന്ന്. ഏതൊക്കെയാണ്? എ ഈസ് നോട്ട് ഇക്വലന്റ് ടു എഫും അതേപോലെ തന്നെ ബി ഈസ് നോട്ട് ഇക്വലന്റ് ടു എഫും ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ എയും എഫും കണ്ടീഷൻ വരുന്നത് അല്ലെങ്കിൽ ബിയും എഫും കണ്ടീഷൻ വരുന്ന ഏതെങ്കിലും സ്റ്റേറ്റുകളും കൂടെ അല്ലെങ്കിൽ സെൽസും കൂടെ ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. അങ്ങനെ ശരിക്കും ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഇപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ രണ്ടാമത്തെ പാസിന്റെ ആവശ്യം വരുന്നില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നോക്കിയേ, ഇനി ഞാൻ ചെയ്യേണ്ടത് എയും എഫും അല്ലെങ്കിൽ ബി എഫ് കണ്ടീഷൻ വരുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതിനെ വെട്ടുക. സപ്പോസ് ഇവിടെ എ എഫ് ആയിരുന്നെങ്കിൽ രണ്ടാമത് ഞാൻ വീണ്ടും നോക്കി വരുമ്പോൾ ഇവിടെ വെട്ടിയാന്. ഓക്കെ, ഇനിയിപ്പോൾ അതിന്റെ ഫലമായിട്ട് ആയിരുന്നെങ്കിലത്തെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അങ്ങനത്തെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ സപ്പോസ് ഈ ഒരു കണ്ടീഷൻ എ എഫ് ആയിരുന്നെങ്കിൽ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ്? ജി ഈസ് നോട്ട് ഈക്വൽ ടു ഡി എന്ന് ഞാൻ മനസ്സിലാക്കിയേനെ. ജി ഈസ് നോട്ട് ഈക്വൽ ടു ഡി എന്ന് ഞാൻ പറഞ്ഞേനെ. ജി ഈസ് ഈക്വൽ ടു ഡി സപ്പോസ് ഈ ഒരു സെല്ലിന്റെ കണ്ടീഷൻ ആയിരുന്നെങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് ഈ സെല്ല് വെട്ടിയേനെ കേട്ടോ. ആയിരുന്നെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്തല്ല. ജസ്റ്റ് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പ്രാവശ്യം എൻ്റയർ ടിക്കും ക്രോസും ഇട്ട് നോക്കി, പിന്നെ വീണ്ടും ഞാൻ ഓരോന്നായിട്ട് നോക്കി വരുമ്പം കുറച്ച് കണ്ടീഷൻസ് ട്രൂ അല്ലാന്ന് ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ ട്രൂ അല്ലാന്ന് കണ്ടുപിടിച്ച കണ്ടീഷൻസ് ഇനി മിച്ചം ഇതുണ്ടോ, പിന്നെ വീണ്ടും 3 സ്ഥലങ്ങളിൽ ഇനിയിപ്പോൾ നമ്മൾ ടിക്കും അല്ലെ ക്രോസോ ഫില്ല് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. ക്രോസ് അല്ലാതെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് ടിക്കാണോ അല്ലോ എന്നും കൂടെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് കിടപ്പുണ്ട്. അവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പം നമ്മൾ പുതിയതായിട്ട് കണ്ടീഷണൽ ക്രോസ് ഇട്ട സാധനങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ വീണ്ടും നമ്മൾ വെട്ടിക്കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പം നിലവിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് വീണ്ടും ഇവിടെ നോക്കാം. ഡിയും ഇയും അല്ലെ. അപ്പൊ ഡിയും ഇയും നമ്മുടെ ഡിയും ഇയും എന്നല്ല അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതെ, ഡിയും ഇയും അതേപോലെ ബിയും എയും. എയും ബി എന്ന് പറയുന്ന ഈ സെയിം സാധനം തന്നെയാണ്. ഇപ്പൊ എയും ബിയുടെയും തമ്മിലുള്ള ഇക്വലൻസിക്കകത്ത് തന്നെയാണ് അതവിടെ കിടക്കുന്നത്. അപ്പൊ അവിടെ നിൽക്കട്ടെ. ഇനി അപ്പൊ നമുക്ക് എന്തും കൂടെ നോക്കിയാൽ മതി, ഡിയും അതേപോലെ തന്നെ ഇയും കൂടെ ഉള്ള കണ്ടീഷനും കൂടെ നോക്കിയാൽ മതിയാകും അല്ലേ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെയും ആ സെയിം സാധനം തന്നെ. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെയും ഡിയും ഇയും ആണ്, ഇവിടെയും ഡിയും ഇയും ആണ്, ഇവിടെയും ഡിയും ഇയും ആണ്. അപ്പൊ നോക്കിയേ, ഡിയിലും ഇയുടെയും കൂടെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് നോക്കി എന്ത് കിടക്കണേ? ടിക്ക് അല്ലെ. therefore ഇവിടെയും എന്ത് വീഴും? ഇതും ട്രൂ ആണെന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും, ഇതും ട്രൂ ആണെന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും, ഈ ഒരു സെല്ലും ട്രൂ ആണെന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ആദ്യം ഒറ്റയടിക്ക് നമ്മളുടെ ഈ ഒരു ഇംപ്ലിക്കേഷൻ ചാർട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇക്വലൻസി ഏതായിരുന്നു? ഡി ഈസ് ഇക്വലന്റ് ടു ഇ. ഡി ഈസ് ഇക്വലന്റ് ടു ഇ എന്നുള്ളത് ഒറ്റയടിക്ക് ഡയറക്റ്റ് എനിക്ക് കിട്ടിയ ടിക്കാണ്. ഇനിയിപ്പോ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഒരു 3 എണ്ണവും കൂടെ കൊടുത്ത് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? എ ഈസ് ഇക്വലന്റ് ടു ബി, എ ഈസ് ഇക്വലന്റ് ടു ബി, അതേപോലെ തന്നെ ഡി ഈസ് ഇക്വലന്റ് ടു ജി, ഡി ഈസ് ഇക്വലന്റ് ടു ജി, പിന്നത്തേത് ഇ ഈസ് ഇക്വലന്റ് ടു ജി അല്ലെ. അപ്പൊ ഡി ഈസ് ഇക്വലന്റ് ടു ജി, ഇ ഈസ് ഇക്വലന്റ് ടു ജി. അപ്പം ഡി ഈസ് ഈക്വൽ ടു ജി ആണ്, ഇ ഈസ് ഈക്വൽ ടു ജി ആണ്. അപ്പൊ ഇതിനെ അതേപോലെ ഡി ഈസ് ഈക്വൽ ടു ഇയു ആണ് അല്ലെ. അപ്പൊ ഇത് 3 എണ്ണം നോക്കിയേ, ഇത് 3നെ കൂടെ എനിക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? ഡി ഇ, ഡി ഈസ് ഇക്വലന്റ് ടു ഇ ഈസ് ഇക്വലന്റ് ടു ജി എന്ന് വെച്ച് റീപ്ലേസ് ചെയ്യാലോ. അപ്പൊ ഇ എന്ന് പറയുന്ന വേരിയബിളും ജി എന്ന് പറയുന്ന വേരിയബിളും എന്ത് വെച്ച് എഴുതിയാൽ മതി? അതിൻ്റെ അകത്ത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള വേരിയബിൾ ഏതാ? ഡി വെച്ച് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. സോ
അതാണ് നമ്മളുടെ ഒരു വേരിയബിൾ എന്ന് പറയുന്നത്. d is equal to e is equal to g. പിന്നെ നമുക്ക് കിടക്കുന്ന സാധനം എന്താണ്? a is equal to b അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ഇക്വലന്റ് ക്ലാസ് ഒന്ന് എഴുതി നോക്കാം. ഇക്വലന്റ് ക്ലാസ് എഴുതാന്നുണ്ടെങ്കിൽ ആദ്യത്തെ പേര് d e g. d e g ആദ്യത്തെ പേര് കഴിഞ്ഞു. രണ്ടാമത്തെ ഏതാണ്? a b. അപ്പൊ നമ്മൾ ഇവിടുത്തെ a എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്തു, b എന്ന് പറയുന്ന വേരിയബിൾ ഇതിനകത്ത് വന്നു, d എന്ന് പറയുന്ന വേരിയബിൾ വന്നു, e എന്ന് പറയുന്ന വേരിയബിൾ വന്നു, g എന്ന് പറഞ്ഞ വേരിയബിൾ വന്നു. ഇനി മിച്ചം ഇക്വലൻസി ഒന്നുമായിട്ട് കടപ്പില്ലാത്ത സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? c യും f ഉം അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു അതിനെ നമ്മളൊരു സിംഗിൾ ബ്രാക്കറ്റ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ c f ആൻഡ് ഫൈനലി ദ കേർലി ബ്രാക്കറ്റ് ക്ലോസ്. ഇതാണ് ഇക്വലന്റ് സ്റ്റേറ്റ്. അപ്പൊ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ടേബിൾ എഴുതാൻ പറ്റുമോ? റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ടേബിൾ എഴുതാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഞാൻ എഴുതണോ? നിങ്ങൾ തന്നെ എഴുതിക്കോളോ? ക്ലിയർ ആണോ ഇത്?